ചിന്നക്കനാൽ ആദിവാസി കോളനിയിലെ കുടിവെള്ള പദ്ധതിയിൽ വൻ ക്രമക്കേടും അഴിമതിയെന്നും ആരോപണം. ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ സ്ഥാപിക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. അശാസ്ത്രീയമായി ഡാമിനുള്ളിൽ നിർമ്മിച്ച കുളം ജലനിരപ്പ് ഉയർന്നതോടെ വെള്ളത്തിനടിയിലായി. ആദിവാസി കുടുംബങ്ങൾ സബ് കളക്ടർ അടക്കമുള്ളവർക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകി. 17 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ സ്ഥിരം താമസിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഇവിടെ 3 പദ്ധതി വെള്ളത്തിന്റെ 3 പദ്ധതി വന്നിട്ട് പോലും ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം ഞങ്ങളുടെ വീട്ടിലേക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് വരെ വരുന്ന പണി മൊത്തം ഇതേപോലെ അലമ്പി പോകുന്ന എന്ത് പണി വന്നാലും ഇവിടെ കോൺട്രാക്ടർമാർ അഴിമതി കാണിച്ച് ഞങ്ങൾക്ക് ഒരു പദ്ധതി ഇവിടെ എത്തിക്കാത്ത രീതിക്കാണ്. ഞങ്ങൾ വെള്ളം ചുമന്ന് മരിക്കാൻ പോകുകയെന്നാണ് തോന്നുന്നത്. അത്ര ഒരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം കുടിയിരുത്തിയ ചിന്നക്കനാൽ 301 കോളനിയിലെ കുടിവെള്ള പദ്ധതിയിലാണ് അഴിമതി ആരോപണവുമായി ആദിവാസി കുടുംബങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. 2015-16 സാമ്പത്തിക വർഷത്തിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി പ്രകാരം 68 ലക്ഷം രൂപ മുതൽ മുടക്കിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിലാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. കുളവും ടാങ്കുകളും നിർമ്മിച്ചിരിക്കുന്ന അശാസ്ത്രീയമായാണ്. ആനയിറങ്ങൽ ജലാശയത്തിനുള്ളിലാണ് കുളം നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ ജലാശയത്തിൽ ജലനിരപ്പ് ഉയർന്നതോടെ കുളം വെള്ളത്തിനടിയിലായി. ഇതോടെ ഉണ്ടായിരുന്ന ശുദ്ധജലവും ഇല്ലാതായി. ഇതിനു പുറമെയാണ് ഗുണമേന്മയില്ലാത്ത തുരുമ്പെടുത്ത തരത്തിലുള്ള പൈപ്പുകൾ എത്തിച്ചത്. ഇത് സ്ഥാപിക്കുന്ന കുടിനിവാസികൾ സംഘടിച്ച് തടയുകയായിരുന്നു. 3 ടാങ്ക് അങ്ങനെ ആ പദ്ധതി ഇതുവരെ പൂർത്തീകരിക്കാതെ നാളുകൾ നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ ഒരു കുളവും ഡാമിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. അതിനിപ്പം പൂർത്തീകരിക്കണമെങ്കിൽ 2-3 റിങ്ങുകളെ പണിതെങ്കിൽ മാത്രമേ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ പദ്ധതി കഴിഞ്ഞ ദിവസം ഇവിടെ പദ്ധതിക്ക് വേണ്ടി പൈപ്പ് കൊണ്ട് നിറക്കി. ആ പൈപ്പ് ക്വാളിറ്റി കുറവുള്ള പൈപ്പാണെന്ന് ഞങ്ങൾ ഇതിൻ്റെ കോൺട്രാക്ടറോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അഴിമതി ചോദ്യം ചെയ്തപ്പോൾ പദ്ധതി നടപ്പിലാക്കാതെ ബില്ല് മാറി തടിയൂരുമെന്ന ഭീഷണിയാണ് കരാറുകാരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു. പിന്നിൽ ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. പദ്ധതിയിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടിനിവാസികൾ ദേവികുളം സബ് കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മുമ്പ് ഭവന നിർമ്മാണ പദ്ധതികളടക്കം നടപ്പിലാക്കിയതിൽ കോടികളുടെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയെങ്കിലും റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.